എങ്കിൽ ഞങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ ദൗർബല്യം കാരണം കുറവാ. അത് കാരണം ഞാനും സുധീർ സാറൊക്കെ 4 പ്രോഡക്റ്റ് എന്നാ പറയുന്നത്. പില്ലോ പാഡ് 1, റെസ്റ്റ് ബാൻഡ് 1, 2, മാട്രസ് 1, 3, ഡബിൾ കോട്ട് ആണെങ്കിൽ 2 പ്രോഡക്റ്റ് 5 പ്രോഡക്റ്റ് ആയിട്ട് മാറും. 2 സിംഗിൾ ഉണ്ട്. പിന്നെ അങ്ങനെയാണ് 4 പ്രോഡക്റ്റ്. ഇന്നിപ്പോഴ് സമയം നോക്കുന്ന വാച്ച് പോലും ഈ ബായിട്ട് കളിക്കുന്നത്. ഏകദേശം ഈ വിദ്യാരംഭത്തിന് മുൻപായിട്ട് ഏകദേശം 70 മേൽ പ്രോഡക്റ്റ് ആക്ടിവേഷനും റീപർച്ചേസിനുമായിട്ട് നമ്മുടെ കമ്പനി നമ്മുടെ ഫ്രണ്ടിലോട്ട് അവതരിപ്പിക്കും. 40 മേല് വാച്ച് തന്നെയാണ്, ജെൻസ് ആൻഡ് ലേഡീസിന്റെ വാച്ചുകൾ തന്നെയാണ്. പിന്നെ വെൽനസ് പ്രോഡക്റ്റ് 2 ഓൾ ഓവർ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 2 കമ്പനിയുടെ വെൽനസ് പ്രോഡക്റ്റ്, പ്ലസ് ഡ്രസ് മെറ്റീരിയൽ, ഷൂ ഉണ്ട്. ഇനി പുറത്താരും പോയി ഷൂ ഒന്നും മേടിക്കണ്ട. നമ്മൾ 12,000, 13,000, 14,000 രൂപയ്ക്ക് മേടിക്കുന്ന ഷൂ, ഒറിജിനൽ ലെതർ ഷൂ നമ്മുടെ കമ്പനി 7,000 to 10,000 ഇടയ്ക്ക് 5,000 കോസ്റ്റ് പവർ ഉള്ള മാഗ്നറ്റിക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ലെതർ ഷൂ ഓൾറെഡി വരികയാണ്. ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസമാണ് കമ്പനിയിലുണ്ടായിരുന്നത്. ഒരു ദിവസം പോയി രാവിലെ, ഒരു ദിവസം രാവിലെ. ഞാൻ ഇവിടുന്ന് അങ്കമാലി പോകുന്ന പോലെയാണ് ബോംബെ പോകുന്നത്. സത്യം പറയാം, വളരെ സന്തോഷം. തിരിച്ചെന്നെ കൊണ്ട് എയർപോർട്ടിലാക്കിയത് ഡോക്ടർ സാഗർ ജോഷി, ഹമ്മർ വണ്ടിയാണ്. നിങ്ങൾ പുള്ളി ചോദിച്ച് ആദ്യമായിട്ടാണോ ഹമ്മറെ കയറണം ചോദിച്ചു. പക്ഷെ അന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട്, അന്ന് ആംഗ്യ ഭാഷ ദിനായിരുന്നു. ഞാൻ പറയാതെയിരുന്നു, പുള്ളിക്ക് മനസ്സിലായി. പുള്ളി വണ്ടി നിർത്താൻ പറഞ്ഞു. പുള്ളി പുറയിൽ ഇരുന്നിട്ട് എന്നെ ഫ്രണ്ടിൽ ആദ്യമായിട്ട് കിട്ടിയില്ല ഫ്രണ്ടിലിരിക്കാൻ. അങ്ങനെ ഒരു ഭാഗ്യം പുള്ളി ബയോട്ടോറിയം ചെയ്തു. രാത്രി 1 മണിക്ക് 1:30 മണിക്ക് എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുന്നു. അന്ന് എന്റെ വേഷം ഇത് തന്നെ, മുണ്ട കൊടുത്തിരിക്കുന്നു. മുണ്ടിലും കോട്ടിലും ടൈലൊന്നും കാര്യമില്ലേ, ഒരു സാധനം മതി. അതിനോട് ഈ ബയോട്ടോറിയം കഴിഞ്ഞ 32 മാസമായിട്ട് കേരള മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ഞാൻ പറയുന്നില്ല, ഇന്ത്യൻ മാർക്കറ്റ് 29 സ്റ്റേറ്റിലും പോകും. കേരള മാർക്കറ്റിൽ പല കമ്പനികളെയും ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും ഉറക്കം കെടുത്തിക്കും. ഒരു 10 to 20 ഡേയ്സിനുള്ളിൽ, 10 ഡേയ്സിനുള്ളിൽ ഞാൻ പറയുന്നില്ല, കഴിയുമ്പോൾ എല്ലാ കമ്പനികളും ഉറക്കം കെടുത്തിലല്ല, അവരുടെ കാര്യങ്ങൾ തീരുമാനം റിയല്. കാരണം 13,500 14,000 രൂപയുടെ ബിസിനസ് നമ്മൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ 25,000 രൂപയുടെ ബിസിനസ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്. നമ്മൾ തമാശയായിട്ട് പറയല്ല, ഒരു 13,500 14,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് സെല്ല് ചെയ്യാൻ നമ്മളൊരു കസ്റ്റമർ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്, അതൊരു കസ്റ്റമർ തേടിയാണ് ചെല്ലുന്നത്. അപ്പൊ നമുക്ക് ഡിമാൻഡ് കിട്ടും. ഈ സാധനം വേണമെങ്കിൽ 25,000 രൂപ ഞാൻ ഷോപ്പിൽ പോയി മേടിക്കും. പക്ഷെ നമ്മളൊരു കസ്റ്റമർ എടുത്തിട്ട് വിളിച്ച് ചെന്ന് കഴിയുമ്പോൾ അടുക്കത്തില്ല. ഈ 14,000 രൂപയുടെ പ്രോഡക്റ്റ് വിറ്റ് കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവന്ന് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ മേജർ കമ്പനി പോലും കൊടുക്കുന്ന 1,000-1,200 കറക്റ്റ് അല്ലേ? അത് കഴിഞ്ഞ 15-20 വർഷത്തിന് മുമ്പ് പല കമ്പനികളും കൊടുത്ത ഒരു PVയുടെ വാല്യൂ. അന്ന് പെട്രോളിന്റെ വില 18 രൂപ, ഇന്ന് പെട്രോളിന് 100-110. നോക്കണം, അത് ആ ലെവലില് ഒരു ടയർ സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്താൽ 5 വർഷം 10 വർഷം ചെയ്താൽ പോലും പൊന്തിയല്ല. നെറ്റ്വർക്ക് ബെസ്റ്റ് ആണ് നമുക്ക്, പക്ഷെ നാട്ടുകാർക്ക് ബെസ്റ്റ് അല്ല, വീട്ടുകാർക്കും ബെസ്റ്റ് അല്ല. വളരെ ഓപ്പറേറ്റാ പറയുന്നത്, നാട്ടുകാർക്കും വീട്ടുകാർക്കും നെറ്റ്വർക്ക് ബെസ്റ്റ് അല്ല, പക്ഷെ നമുക്ക് 0.5% ആൾക്കാർക്ക് ബെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ പരാജയപ്പെട്ടാല്, നെറ്റ്വർക്കിൽ പരാജയപ്പെട്ടാൽ ഒരു പട്ടിയുടെ വില പോലുമില്ല. വിജയിച്ചാൽ അവൻ രാജാവാണ്. അറിയാം, ഞാൻ വളരെ 32 മാസം കൊണ്ട് പ്രോഡക്റ്റ് ബേസ് കമ്പനിയുടെ ഹിസ്റ്ററിയാണ് 3,05,00,000 രൂപ മേടിക്കുന്നത്. ഞാൻ 3,05,00,000 രൂപ, ഞാൻ 3,05,00,000 രൂപ വാങ്ങുക എന്നുള്ളത് പ്രോഡക്റ്റ് ബേസ് കമ്പനിയിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. കേരളത്തിന്റെ ഹിസ്റ്ററിയാണ്. ഉള്ളി ബയോട്ടോറിയം. ഇവിടെ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഒരാള്, ഞാൻ കർണാടകയിൽ നിന്ന് വന്ന് 1CR എബോവ് ലീഡേഴ്സിന്റെ മീറ്റിംഗ് ഞാൻ ദാദർ ഓഫീസിലുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ്. അന്ന് ഒരു കർണാടകക്കാരൻ സംസാരിച്ചത് ഞാൻ കേട്ടു.
അവൻ 4ാമത്തെ കമ്പനിയാണ് ഈ ബയോട്ടോൾ. 10 മാസം കൊണ്ട് 13 മാസം കൊണ്ട് 1,27,00,000 രൂപ ഗെയിൻ ചെയ്യും. 1,27,00,000 രൂപ. ബാംഗ്ലൂരാണ് കൃഷിയുടെ വീട്. മംഗലാപുരം. പുള്ളി സംസാരിച്ചാണ് 1,27,00,000 രൂപ 13 മാസം കൊണ്ട് പുള്ളി ഗെയിൻ ചെയ്തത്. അപ്പൊ പുള്ളി സംസാരിച്ചാണ് പ്രോഡക്റ്റ് ബേസ് കമ്പനിയിൽ വേൾഡിലെ ക്രിപ്റ്റോ കറൻസിയാണ് ഈ ബയോട്ടോൾ. പുള്ളി പറഞ്ഞ വാർത്തയാണ്. 100 മെയിൻ 1CR അച്ചീവേഴ്സും ഒരേ സ്വരത്തിൽ കൈയടിച്ച്. അത്ര ഫാസ്റ്റ് ആണ്. ഇനി ഞാൻ പറയുന്നത് ജസ്റ്റ് ഇന്നിപ്പോ 5 മണിക്ക് സൂം ഉണ്ട്. അത് കഴിഞ്ഞ് കമ്പനി നാളെ ഓപ്പൺ സൂം ഉണ്ട്. ഇന്ന് 50 ലക്ഷത്തിന് മേലുള്ള ലീഡേഴ്സിന്റെ മീറ്റിംഗ് ആണ്. നാളെ ഓൾറെഡി ഓപ്പൺ സൂം ഉണ്ട്. നമ്മുടെ പുതിയ PDF വെച്ചിട്ട് ഒരു ഡിക്ലറേഷൻ ഉണ്ട്. പൂജ വിദ്യാരംഭത്തിന് മുൻപായിട്ട് തന്നെ നമ്മളുടെ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ടതും എന്നാൽ ഏറ്റവും കൂടുതൽ മനസ്സിനും ടെൻഷനും ഉറക്കം കിടത്തിയ ഒരു സാധനമുണ്ട്. പറയാവാ, ഫാമിലി ബോണസ്. അത് ഓൾറെഡി കമ്പനി എടുത്ത് കളയും. ഓൺലി അവയർനെസ് ബോണസ് മാത്രം. പറയാൻ പറയാൻ എന്ത് സുഖമാണെന്നറിയാമോ? ഓൺലി അവയർനെസ് ബോണസ്. 12 മണിക്ക് മുമ്പ്, രാത്രി 12 മണിക്ക് മുമ്പ് അവിടെ ഉണ്ടാ. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വെച്ചിട്ടുമില്ലെന്ന് ചില ലീഡർമാർ, ചില ആൾക്കാരുണ്ട് 11:55 വയ്ക്കും. അവര് ഫാമിലി ബോണസ് കിട്ടരുത് 11:55 വയ്ക്കും. കാൽക്കുലേറ്റിട്ട് സദാം ഹുസൈൻ ബോംബിടുന്ന പോലെ 11:55 വെച്ച് കളയും. അപ്പൊ അവന് 737 രൂപ കിട്ടും. അപ്പൊ വെച്ച കിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞ ഫാമിലി ബോണസിനെ റിജക്ട് ചെയ്ത് പറയുകയല്ല. 1000 PV ശ്രദ്ധിക്കുന്ന പോലെ എല്ലാ ലീഡേഴ്സും ശ്രദ്ധിക്കാം. 1000 PV നമ്മൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ, 1000 PV ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 100 PVക്കാണ് നമുക്ക് 5,000 റുപ്പീസ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? 900 PVക്ക് നമുക്ക് 10 രൂപ വെച്ച് കിട്ടണം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. 10 രൂപ വെച്ച് കിട്ടണം. ഈ 1000 PV 1200 PV ആണ് പല ലീഡർമാരും ഇങ്ങനെ കണക്ട് ചെയ്ത് ഇത് കളിക്കുന്ന പോലെ, ചെസ് കളിക്കുന്ന പോലെ. ഇവിടെ ഒരു ഫാമിലി ബോണസ് ഒപ്പിച്ചു വന്നു കഴിയുമ്പോൾ അവിടെ ഒപ്പിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടെ ഒപ്പിച്ചു വന്നു കഴിയുമ്പോൾ അവിടെ ഒന്ന് ലൂസ് ആവും. അപ്പൊ ഞാൻ എന്നെ വിളിക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിച്ച് 1000 1200 PV വെക്കുമ്പോൾ കിട്ടുന്ന 14,000 15,000 ഇവിടെ ഇപ്പൊ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന പ്ലാൻ സൈക്കിൾ 12x12 2 സൈക്കിൾ ഉണ്ട് ദിവസം. അതിൽ ചേഞ്ച് ഒന്നും. ഉച്ചയ്ക്ക് 12 മണിക്ക് കെട്ടപ്പോൾ രാത്രി 12 മണിക്ക് കെട്ടും. അതിൽ ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻസ് ഇല്ല. ഈ 12 മണിക്ക് മുമ്പ് ഇവിടെ വെക്കാം, ഈ 12 മണിക്ക് മുമ്പ് ഇവിടെ വെക്കാം, അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും നമ്മുടെ കസ്റ്റമർ വീട്ടിൽ നമ്മൾ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയാൽ ഇപ്പൊ സ്പോട്ടിൽ ഇരുന്ന് തന്നെ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അപ്പൊ തന്നെ ആക്ടിവേഷൻ ചെയ്യും. സ്പോട്ടിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാ. അത് എന്തൊരു സുഖാന്നറിയാമോ? ഇത് കാശ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ചിന്ത അറിയാമോ? ഉടനെ അപ്ലൈൻ ലീഡർ വിളിക്കുന്നത്, എനിക്കൊരു കാശ് കിട്ടി, അപ്ലൈൻ ലീഡർ ഭീഷണിയാണ് ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പുറത്തുണ്ടെങ്കിൽ വെക്കാവുള്ളൂ. ഈ സാധനം 1 മാസം 2 മാസമൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഈ ബയോട്ടോളത്തിന് പ്രോഗ്രാമിന് വന്നിട്ട് പോയാൽ എനർജിയൊക്കെ പോയി കഴിഞ്ഞ് പുള്ളി ബയോട്ടോൾ നിർത്തും. ബോട്ടം ലെവലിൽ 99% ആൾക്കാരും ഈ ബയോട്ടോളത്തിനോടൊരു നീരസം പുലർത്താനുള്ള കാരണം എന്താ? ഒരു പോസിറ്റീവായിട്ടൊരു അന്തരീക്ഷം ഇല്ല. റിയൽ ഉള്ള കാര്യം ഉറപ്പാണ്. പ്രോഗ്രാം സെന്ററിൽ വന്നു കഴിയുമ്പോൾ 5 ലക്ഷവും 10 ലക്ഷവും 3 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ മേടിച്ച് ലീഡർ വന്നു കഴിയുമ്പോൾ ഇന്നലെ വന്ന് സ്റ്റാർട്ട് ചെയ്ത ലീഡർ പോകുമ്പോ വലിയ ഗവൺമെന്റ് തയ്യൽ കിട്ടിയ വന്നിരിക്കുന്നത്, പണിച്ചേട്ടൻ ഉദ്ദേശമല്ല, തയ്യൽ കിട്ടിയ വന്നിരിക്കുന്നത് രാവിലെ അവന്റെ കാല് പിടിച്ചിട്ടാ വന്ന് നിൽക്കുന്നത്. കാല് പിടിച്ചിട്ടാ വന്ന് നിൽക്കുന്നത്. എന്ത് ഹെൻറി വെക്കരുത് കാര്യം നിപ്പ് കണ്ടില്ലേ? 1 മാസം കഴിയട്ടെ 10 ലക്ഷം 20 ലക്ഷം ഒക്കെ മേടിച്ചിട്ട് മമ്മൂട്ടി മോഹൻലാലിനെ പോലെ കയറി വരും. എന്തുകൊണ്ടാണെന്നറിയാം? എപ്പോ വേണമെങ്കിലും വെച്ചു. 1000 PVക്ക് 33 രൂപ കൊടുക്കുന്ന വേണ്ടി ഒറ്റ കമ്പനി ഈ